നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇത് പഞ്ചമി തിഥിയുടെ ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. ഇന്ന് 29-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 12:59 പഞ്ചമി തിഥി തുടങ്ങും. തിഥി നാളെ തിങ്കളാഴ്ച 30-ാം തീയതി ഉച്ച കഴിഞ്ഞ് 1:08 അവസാനിക്കും. പേരുകൾ കൊടുക്കേണ്ട അവസാന ദിവസം ഇന്ന് വൈകുന്നേരം 7 മണി വരെയാണ്. അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാനൊക്കത്തില്ല. കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ വീഡിയോസ് കണ്ടുവരുന്നവർക്ക് അറിയാം പഞ്ചമിതിഥി പൂജ വഴിപാട് എന്നിവ ചെയ്യുന്നതിന്റെ ഗുണങ്ങളെ പറ്റിയും എങ്ങനെ പേരുകൾ കൊടുക്കണം എന്ന ഫോർമാലിറ്റീസുമെല്ലാം. എന്നാൽ പുതുതായി വീഡിയോ കാണുന്നവർക്ക് അറിയില്ല എങ്ങനെ പേര് കൊടുക്കണം എന്ന്. ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ റിപ്ലൈ ആയിട്ട് ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കോളുക. വേണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. പേരുകൾ കൊടുക്കുന്നവര് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തോളുക. എന്തിനു വേണ്ടി പ്രേ ചെയ്യണം, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഇന്ന് ആഷാഢ നവരാത്രി 4-ാമത്തെ ദിവസം. ഇന്ന് വരാഹി അമ്മയെ അന്നദാന ശക്തി രൂപത്തില് കാണപ്പെടുന്നു. ഇന്ന് നമ്മൾ അന്നദാനം ചെയ്താല് അതിനുണ്ടാകുന്ന ബലം എന്ന് പറയുന്നത് മറ്റുള്ളതിനേക്കാള് 100 മടങ്ങ് അധികമായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്താച്ചാല്, ഇപ്പോ ആഷാഢ നവരാത്രിയില് ചെയ്യേണ്ട മുഖ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത്. പെട്ടെന്ന് ബലം കിട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണം അങ്ങനെ ചോദിച്ചാല് ഇത് ഒരു മുഖ്യമായ വിഷയം. ആരെങ്കിലും ഒരാളെങ്കിലും എന്തെങ്കിലും ഒരു വിഷയമെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുമല്ലേ? അങ്ങനെ കരുതുന്നവർക്ക് ഈ ഒരു വിഷയം ചെയ്യാവുന്നതാണ്. ഒത്തിരി സൂപ്പറായിട്ട് വർക്കൗട്ട് ആവും. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ആഷാഢ നവരാത്രിയില് എന്തെല്ലാം ചെയ്താല് ഏതെങ്കിലും ഒരു വിഷയം ഈ 9 ദിവസത്തിനുള്ളിൽ ചെയ്താല് വളരെ നല്ലതാണെന്ന്. അത് ചോദിച്ചാല് ഞാൻ ഇപ്പോൾ പറയുന്ന ഈ വിഷയം ഒത്തിരി എഫക്റ്റീവായത്. തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തോളുക. എന്ത് ചെയ്യണമെന്നാല്, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പഞ്ചസാര ഇരിക്കുംല്ലേ, ഷുഗർ, ആ പഞ്ചസാര ഈ ആഷാഢ നവരാത്രി 9 നാളുകളില് ആരേലും ഒരു 3 പേർക്ക് നിങ്ങൾ ദാനമായി കൊടുക്കണം. 9 നാളുകളിലും കൊടുക്കണമെന്നല്ല, ആഷാഢ നവരാത്രി 9 നാളുകളിൽ ഏതെങ്കിലും ഒരു നാളിൽ നിങ്ങൾ കൊടുത്തോളുക. ഇപ്പോ സാധാരണയായിട്ട് ദാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിറയെ വീഡിയോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊരുള് ദാനം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എന്തുകൊണ്ടാണ് പഞ്ചസാര ദാനം കൊടുക്കാൻ പറയുന്നതെന്നാല്, ഇത് സാധാരണമായി കൊടുക്കുന്നതിനും ആഷാഢ നവരാത്രിയിൽ കൊടുക്കുന്നതിനും നിറയെ ഡിഫറൻസ് ഇരിക്കുന്നുണ്ട്. വേറൊന്ന്, ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ആഷാഢ നാള് എന്നാല് ഒത്തിരി പവർഫുൾ ആയത്. ഇങ്ങനെ ഒരു വിഷയം ഇരുന്നാലും ഇപ്പോ വന്നിട്ട് വരുമാനം മീൻസ് പണം, ക്യാഷ് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തികയുന്നില്ല, ഒത്തിരി പ്രശ്നമായിരിക്കുന്നു, വരുമാനം എത്ര വന്നാലും തങ്ങി നിൽക്കുന്നില്ല, മീൻസ് കൈകളിൽ ക്യാഷ് നിൽക്കുന്നില്ല എന്ന് കരുതുന്നവര് ഈ ആഷാഢ നവരാത്രിയില് 9 നാളില് ഏതോ ഒരു ദിവസം ഞാൻ പറയുന്ന ഈ പഞ്ചസാര മീൻസ് വൈറ്റ് ഷുഗർ മതി. വീട്ടിലിരിക്കുന്നത് എടുക്കാതെ നിങ്ങൾ വെളിയിൽ കടയിൽ പോയി
ഒരു 100 ഗ്രാമെങ്കിലും കുറഞ്ഞത്, 50 ഗ്രാമോ 100 ഗ്രാമോ കുറഞ്ഞത് വാങ്ങി കൊടുത്തോളുക. ഓരോരുത്തർക്കും 50 ഗ്രാം എന്ന കണക്കിന് വാങ്ങിക്കൊടുക്കുക കേട്ടോ. ഇത് വാങ്ങിക്കൊടുക്കുന്നത് ആത്മീകമായി വന്നിട്ട് ആഷാഢ നാളിൽ കൊടുക്കുന്നത് ഒത്തിരി നല്ലത്. ഇപ്പോൾ ഈ ഷുഗർ ദാനം കൊടുക്കുന്നത് വന്നിട്ട് ഇതിന് യാതൊരു റൂൾസും ഇല്ല. നിങ്ങൾക്ക് ധാരാളമായി വാങ്ങിക്കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ വീടിന്റെ അടുത്തിരിക്കുന്നവർക്കോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്കോ ആർക്കെങ്കിലും നിങ്ങൾക്കിത് വാങ്ങിക്കൊടുക്കാവുന്നതാണ്. സാധാരണമായി കൊണ്ടുപോയി അങ്ങനെ ദാനം കൊടുക്കാതെ വരാഹി അമ്മയുടെ ഒരു ശക്തിയാർന്ന നാമമുണ്ട്, ഒരു മന്ത്രം. ഇതെന്തെന്നാല് നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടിരിക്കും ഏതോ ഒരു വകയില്. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കഷ്ടം മാറാനായിട്ട്. അപ്പോൾ അതിലിരുന്ന് നമ്മൾ വെളിയിൽ വരണം. ഇതോടെ നമ്മുടെ കഷ്ടം വന്നിട്ട് നമുക്ക് തീരണം എന്ന് പറഞ്ഞിട്ട് ഈ മന്ത്രം മീൻസ് കർമാവെ തുടച്ചു നീക്കുന്ന മന്ത്രം എന്ന് പറയും. കർമ്മയാണല്ലോ നിറയെ വിഷയത്തിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. അതും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഏതോ ഒരു കാര്യം നമുക്ക് നടക്കാതെ പോകുന്നതിന് കാരണം കർമ്മയാണ്. സോ ഫസ്റ്റ് നമ്മള് കർമാവെ പൂർണ്ണമായും ഉടച്ചെറിഞ്ഞു കളയുക. നമ്മൾ ചോദിക്കുന്ന കാര്യം ചെയ്തു തരും ഈ മഹാമന്ത്രം. അപ്പോൾ ഈ മന്ത്രത്തെ നിങ്ങൾ ആർക്കെങ്കിലും ഷുഗർ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ആ ഇടത്തില് ഷുഗർ കൊടുക്കുന്നതിന് മുന്നേ മനസ്സിൽ ഈ മന്ത്രത്തെ ഒരു 3 ടൈംസ് 3 തവണ നിങ്ങൾ പറഞ്ഞോളുക. ഈ മന്ത്രം എങ്ങനെ ചൊല്ലുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ഒരു നോട്ട് എടുത്തിട്ട് അതിൽ എഴുതി വെച്ചോളൂ. മമ സർവരോഗ നിവാരിണി യോഗ സർവ ദുഃഖ പരിവാരിണി വരാഹി നമോ നമഃ. മമ സർവരോഗ നിവാരിണി യോഗ സർവ ദുഃഖ പരിവാരിണി വരാഹി നമോ നമഃ. മമ സർവരോഗ നിവാരിണി രോഗ സർവ ദുഃഖ പരിവാരിണി വരാഹി നമോ നമഃ. സോ ഈ മന്ത്രം നിങ്ങൾ 3 ടൈംസ് മനസ്സിൽ പറഞ്ഞിട്ട് നിങ്ങൾ പഞ്ചസാര അവർക്ക് കൊടുക്കുക. ഒരു 3 പേർക്കെങ്കിലും കുറഞ്ഞത് കൊടുക്കണം. അതിനു മേലെ നിങ്ങളുടെ ചോയ്സ് ആണ്, 5 7 അത് നിങ്ങളുടെ വസതി അനുസരിച്ച് ചെയ്തോളുക. ഇപ്പോൾ ഇത് കൊടുക്കുന്നതോടെ ഇത് തീർന്നോ എന്ന് ചോദിക്കൂ. ഇല്ല, തീർന്നിട്ടില്ല. ഇത് കൊടുത്തിട്ട് നിങ്ങൾ വരുമ്പോൾ നേരെ കടയ്ക്ക് പോയി മഞ്ഞൾ വാങ്ങിയിട്ട് വേണം വരാനായിട്ട്. ശരിയാ? കടയിൽ പോയിട്ട് ഒരു 50 ഗ്രാം മഞ്ഞളെങ്കിലും മീൻസ് ടർമറിക് പൗഡർ മനസ്സിലാവുന്നുണ്ടല്ലോ, വീട്ടിലോട്ട് വാങ്ങിയിട്ട് വരണം. ദെൻ അത് കൊണ്ടുവന്ന് വരാഹിയമ്മനോട് പൂജയറയിൽ പക്കത്ത് വയ്ക്കണം, പാദത്തിലോട്ട്. ഈ മഞ്ഞൾ കയ്യിൽ വാങ്ങിയ ഉടനെ തന്നെ എന്ത് ചെയ്യണമെന്നാല് ഞാൻ പറഞ്ഞ ഈ മന്ത്രം ഇല്ലയോ, മമ സർവ രോഗ നിവാരിണി യോഗ സർവ ദുഃഖ പരിവാരിണി വരാഹി നമോ നമഃ എന്ന ഈ മന്ത്രം 3 തവണ വീണ്ടും ചൊല്ലണം. ചൊല്ലിയിട്ട് മഞ്ഞള് അങ്ങനെ കൊണ്ട് നിങ്ങൾ അമ്മയുടെ പാദത്തില് വയ്ക്കണം. വയ്ക്കുന്ന ടൈമില് നിങ്ങൾ 3 തവണ മന്ത്രം ചൊല്ലണം. വച്ചല്ലോ. ഇതെല്ലാം ചെയ്തിട്ട് അന്ന് രാത്രി നിങ്ങൾ ഉറങ്ങൂല്ലേ, ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ബെഡിൽ ഇരുന്നിട്ട് വീണ്ടും ഈ മന്ത്രം ചൊല്ലാം. ഒരു പ്രശ്നവുമില്ല, ഇതിന് റൂൾസും കാര്യങ്ങളൊന്നും ഇല്ല. സന്തോഷമായിട്ട് നിങ്ങൾ 3 തവണ വീണ്ടും ഈ മന്ത്രം ചൊല്ലുക. അത് ഇരിക്കുന്ന ഇപ്പൊ കിടക്കാൻ വേണ്ടി സ്പേസിൽ അവിടെ ആ പ്ലേസിലിരുന്ന് മനസ്സിൽ ഒരു 3 തവണ ഇത് പറഞ്ഞിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളുക. കാരണം നമ്മുടെ ജീവിതത്തില് കഷ്ടങ്ങള് വീണ്ടും വീണ്ടും വരാൻ പാടില്ല എന്നതിനായിട്ടാണ് പല വിഷയങ്ങളും നമ്മൾ ചെയ്തിട്ടേ ഇരിക്കുന്നത്. പരിഹാരം അത് ഇത് എന്ന് നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുവോ എല്ലാത്തെയും നമ്മൾ ചെയ്തിട്ടിരിക്കും. കാരണം ഏതേലും
ഒരു വകയില് ഇത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ശരിയാവുമെന്ന് വെച്ചിട്ട് ഈ മന്ത്രം എന്ത് ചെയ്യുമെന്നാല്, നീ പെട്ട കഷ്ടം മതി, ഇതിനപ്പുറം നീ നല്ലായിരിക്കണം എന്ന് ഈ മന്ത്രം മുഴുവൻ ഫലവും ഉദവിയും ചെയ്ത് നമുക്ക് എല്ലാം കൈവെള്ളയിൽ തരും. അതിനാല് ഈ മന്ത്രം ചൊല്ലിയിട്ട് ഉറങ്ങുക, അത്രേ ഉള്ളൂ. 9 ദിവസം തീരുന്നതിന് മുന്നേ നിങ്ങളിത് ചെയ്യുക. ഈവനിങ് തന്നെ ചെയ്തോളുക. അമ്മ പാദത്തിൽ വച്ചിട്ട് നിങ്ങൾ എടുത്തിട്ട് പോയി കൊടുക്കണം. നിറയെ കാര്യം കേട്ടിരിക്കും, കോവിൽ നിന്ന് പ്രസാദം കിട്ടുന്നത് പുണ്യമാണ് എന്നൊക്കെ. ആ പ്രസാദം നമുക്ക് എടുത്തു കൊടുക്കുന്നത് ഒരു ദൈവം തരുന്നതിന് തുല്യം. ആ ഫീല് നമുക്ക് വരുമില്ലേ? നമ്മൾ കോവിലിൽ പോകുമ്പോൾ അവിടെ നിന്ന് നമുക്കായി എന്ന് ഒരു പ്രസാദം എടുത്ത് തരുമ്പോൾ നമുക്ക് ആ ഫീലൊക്കെ വരുന്നതാണ്. ഈ ഷുഗർ നിങ്ങളുടെ കയ്യാലെ കൊടുക്കുന്നതിലൂടെ നിങ്ങളത് മറ്റൊരാൾക്ക് ചെയ്യുന്ന പുണ്യമാണ്. എന്നാൽ അത് വാങ്ങുന്നത് അതിവിടെ അധിഷ്ഠത്തെ കൊടുക്കും. നിങ്ങൾ ചൊല്ലുന്ന മന്ത്രം നിങ്ങൾക്ക് മാത്രമല്ല, അത് വാങ്ങുന്നവർക്കും ഒരു പവർ കൊടുക്കും. അങ്ങനെയുള്ള ഒരു മന്ത്രമാണിത്. വാങ്ങുന്നവർക്ക് നല്ലത് കൊടുക്കുന്ന, അവർ ഒന്നും ചെയ്യാതെ തന്നെ അവർക്ക് ഫലം അനുഭവിക്കാൻ പറ്റുന്ന ഒരു മന്ത്രം. സോ ഇത്രയും നല്ല വിഷയം ഇരിക്കുന്ന ഈ മന്ത്രം നിങ്ങൾ ചൊല്ലിയിട്ട് ഇത് ചെയ്യുന്നത് ഒത്തിരി നല്ലത്. ഇനി ഒരു ചിലർക്ക് ഡൗട്ട് വരാം, ദാനം കൊടുക്കുമ്പോൾ മാത്രം ഈ മന്ത്രം ചൊല്ലിയാലും മതിയോ, അപ്പോൾ മറ്റു നാൾകളില് പൂജ ചെയ്യുമ്പോഴൊന്നും ഇത് സാധാരണമായിട്ട് കോവിലിൽ പോകുമ്പോഴോ അപ്പോഴെല്ലാം ഈ മന്ത്രം ചൊല്ലാൻ പാടില്ലയോ എന്ന് ഡൗട്ടൊന്നും വേണ്ട. ധാരാളമായി നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. നിങ്ങൾ ഈ മന്ത്രം ചൊല്ലി പോയി നിങ്ങൾക്ക് ഇരിക്കുന്ന കഷ്ടത്തെ പോക വയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിടിച്ച നിറയെ പ്രോബ്ലംസ്, അസുഖങ്ങള് എല്ലാം പോകാനും മെയിൻലി കർമ്മയെ തുടച്ചു നീക്കാന് ഈ മന്ത്രം നിങ്ങളെ സഹായിക്കും. മന്ത്രം തുടരെ തുടരെ ചെയ്യുന്നതിനാല് നല്ല വിഷയങ്ങൾ നടക്കും. സോ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചോളുക, എല്ലാവരും ചെയ്ത് നോക്കിക്കോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പതിവ് യൂസ്ഫുള്ളായി തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഒരു ലൈക്കും കൂടെ തരണേ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.